ഒരാളുടെ ഈഗോ ഹേർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ പ്രതികരണം എത്രത്തോളമായിരിക്കും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ഉത്തമ ഉദാഹരണമാണ് കെ.എൽ. രാഹുലിന്റെ ഇന്നലത്തെ ഇന്നിംഗ്സ്. ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ 163 റൺസിൽ ഒതുങ്ങിപ്പോകുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ RCBയുടെ തുടക്കം കണ്ടു കഴിഞ്ഞപ്പോൾ 250 മുകളിലേക്ക് പോകുമെന്ന് ഉറപ്പിച്ചൊരു സ്കോറാണ് ഇവിടെ ഈ 163 ഒതുങ്ങിയത്. അവിടെ വിനയായത് അവർക്ക് ആ ഒരു റണ്ണൌട്ടാണ്. നൺ അതർ ദാൻ ഫിൽ സാൾട്ടിന്റെ ആ റണ്ണൌട്ട്. വിരാട് കോഹ്ലിയും ഫിൽ സാൾട്ടും കൂടി മികച്ചൊരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു RCBക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. 3 ഓവറിൽ 50 അടിച്ച ടീം ഉറപ്പായിട്ടും 250 പ്ലസ് പോകുമെന്ന് ഉറപ്പിച്ച നിമിഷത്തിൽ അനാവശ്യമായ ഒരു ഗോൾ അവിടെ റണ്ണൌട്ട് ആകുന്നു ഫിൽ സാൾട്ട്. അതിനുശേഷം വന്ന ദേവദത്ത് പടിക്കലിന്റെ വൻ ലാഗ് ഇന്നിംഗ്സ്. 8 ബോളിൽ 1 റൺസാണ് ദേവദത്ത് പടിക്കലിന് നേടാൻ സാധിച്ചത്. അവിടെ തന്നെ കോഹ്ലി അണ്ടർ പ്രഷർ ആകുന്നു. ഒരു സൈഡിൽ നിന്ന് കളിക്കാൻ ശ്രമിച്ച കോഹ്ലിയുടെ വിക്കറ്റ് അവിടെ വിവരാജ് നിഗത്തിന് കിട്ടുന്നു. മിച്ചൽ സ്റ്റാർക്ക് ക്യാച്ച് എടുക്കുന്നു. ദേവദത്ത് പടിക്കലിന്റെ ആ ഒരു ഇന്നിംഗ്സ് വളരെ രീതിയിൽ അവരെ ആ ഒരു പവർ പ്ലേയിൽ വലിയ വെല്ലുവിളിയായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്ന രജത് പട്ടിദാർ 23 ബോളിൽ 25 റൺസ് മാത്രമാണ് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ലിയാം ലിവിങ്സ്റ്റൺ, വിജയ് ശർമ്മ എന്നിവർക്ക് തീരെ തിളങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കൃണാൽ പാണ്ഡ്യ 18 ബോളിൽ 18 റൺസ് എടുത്ത് പുറത്താകുന്നു. ആൻഡ് ടിം ഡേവിഡിന്റെ അവസാന സമയത്തെ ആ ഒരു ഒരു പൊരുതാവുന്ന സ്കോറിലേക്ക് വേണമെങ്കിൽ RCB എത്തിച്ചെന്ന് പറയാം. പക്ഷേ 163 റൺസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൗണ്ടിൽ അത്ര പൊരുതാവുന്ന സ്കോർ ആയിരുന്നില്ല. ആൻഡ് തിരിച്ച് ബാറ്റിംഗ് ഇറങ്ങിയ DC-യുടെ തുടക്കം കണ്ടപ്പോൾ RCB ഒന്ന് ആശ്വസിച്ചു. അതായത് ഡുപ്ലസീസ്, ജാക്ക് ഫ്രേസർ മഗ്വർക്ക്, അതോടൊപ്പം തന്നെ അഭിഷേക് പോറൽ, ഇവർക്ക് 3 പേർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ മറുവശത്ത് ഒരാളുണ്ടായിരുന്നു, കെ.എൽ. രാഹുൽ. അദ്ദേഹത്തിന്റെ ക്യാച്ച് അവിടെ ഡ്രോപ്പ് ചെയ്ത നിമിഷത്തിൽ തന്നെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇന്നിംഗ്സ് കെ.എൽ. രാഹുൽ മികച്ചതായി കളിക്കാൻ സാധ്യതയുണ്ടെന്ന്. ആ ഒരു ക്യാച്ചസ് വിൻ മാച്ചസ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ അതായത് ആ ഒരു ക്യാച്ചസ് വിൻ മാച്ചസിന് ഏറ്റവും ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു മത്സരത്തിലെ ആ ഒരു ഡ്രോപ്പ് ക്യാച്ച് എന്ന് പറയുന്നത്. കെ.എൽ. രാഹുലിന്റെ ആ ഒരു ഇന്നിംഗ്സ് ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇടയ്ക്ക് ആ ഒരു മഴ പെയ്യുന്ന സിറ്റുവേഷനിലേക്ക് വന്നപ്പം ആ ഒരു ഇന്നിംഗ്സിനെ അക്രമകരമായിട്ട് മാറ്റി ആ ഒരു 17.5 ഓവറിൽ ഈ ഒരു മത്സരം ഫിനിഷ് ചെയ്യാണ്. 53 ബോളിൽ 93 റൺസാണ് അവിടെ നേടേണ്ടത്. ഒരു സൈഡിൽ അക്സർ പട്ടേലിന്റെ വിക്കറ്റ് കൂടി പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു മത്സരം കയ്യിൽ നിന്ന് പോയി, DC-യുടെ കയ്യിൽ നിന്ന് പോയിന്ന്. പക്ഷേ അവിടെ ക്രിസ്ത്യൻ സ്റ്റെപ്സ് മികച്ചൊരു പാർട്ണർഷിപ്പ് തന്നെയാണ് കെ.എൽ. രാഹുലിന് കൊടുത്തത്. കെ.എൽ. രാഹുൽ ഇന്നിംഗ്സ് എടുത്തു പറയേണ്ടതാണ്. 6 സിക്സറുകളും 7 ഫോറുകളും ഇറങ്ങിയ കിട്ടില്ലൻ ഇന്നിംഗ്സ് എന്ന് തന്നെ പറയാം. പവർ പ്രാക്കറ്റ് ഇന്നിംഗ്സ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ക്യാപ്റ്റൻസി ചൂസ് ചെയ്യാതെന്ന് മനസ്സിലായി. ഫ്രീ ആയിട്ട് തന്നെ താരത്തിന് കളിക്കണം. അതോടൊപ്പം തന്നെ ആ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. എത്രമാത്രം പേഴ്സണലാണ് അദ്ദേഹത്തിന്റെ ഓരോ വിക്ടറികളെന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗോകുൽ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.